നീ എനിക്ക് ഒന്ന് വലം ഭാഗമോ വിലഭാഗമോ വലം ബലമായിരിക്കുക. മഹാദേവ നമഃശിവായ. എന്തൊക്കെയായാലും ഈ മന്ത്രവാദത്തിനൊരു കലാപ്രകടനം കാണുന്ന രസം. ഇങ്ങനെയൊന്നും പറയരുത്, ഈശ്വരകോപം ഉണ്ടാകും. കാണുന്നത് പറയുമ്പോൾ കോപിക്കുന്ന ഈശ്വരൻ സത്യത്തെ ശത്രുവാണ്. അമ്മയുടെ അർത്ഥമില്ലാത്ത ഓരോ ഏർപ്പാടും. നീ ഒന്ന് ചുമ്മാതിരി. പ്രേതബാധ ഒഴിപ്പിക്കുന്ന ഇങ്ങനെയൊക്കെയാ ശാസ്ത്രീയമായ രീതി. ആരുടെ പ്രേതമെന്നാണ്, ആര് ബാധിച്ചു എന്നാണ് അമ്മ പറയുന്നത്? എവിടെ ബാധിച്ചു എന്നും കൂടെ ചോദിക്കണം. നിനക്കിപ്പോ അങ്ങനെയൊക്കെ തോന്നും. അമ്മയൊന്ന് ചോദിക്കട്ടെ. കൊഞ്ചിനെ ഒന്നാക്കുന്നത് അവനോട് ധാരാളം ചോദിക്കും. അവള് നടക്കുമ്പം കാല് നിലത്ത് തൊടുന്നുണ്ടോ? എവള് നടക്കുമ്പോൾ അങ്ങോട്ട് ചോദിച്ചില്ല. അവളുടെ പിൻഭാഗം പൊള്ളയാണോടാ? എനിക്ക് ഭാഗമല്ല, ഭാരമുണ്ട് മുൻപിലും പിൻപിലും. നീ സൂക്ഷിച്ചു കാണത്തില്ല. പനങ്കൊല പോലത്തെ മുടി കാണും രക്ഷകൾക്ക്. പിന്നെ നോക്കിയ കണ്ണാടിച്ചില്ലിൽ കൂടെ നോക്കുന്ന പോലെ അപ്പുറത്തെ കാഴ്ചകൾ കാണും. അമ്മ നിർത്തുന്നുണ്ടോ? പറയട്ടടോ, കേൾക്കാൻ രസമുണ്ട്. അപ്പൊ ഒരു രക്ഷയെ കിട്ടിയാൽ മുമ്പിൽ നിർത്തിക്കൊണ്ട് കുറെ കാഴ്ചകൾ കാണും. അവിശ്വാസി, അന്യമതത്തിൽപ്പെട്ട പ്രേതം, ഗർഭിണിയാവുന്നതിന് മുമ്പ് മരിച്ചുപോയത്. സ്നേഹിച്ചിരുന്നു. കണ്ടില്ല, കേട്ടു. കാണാം, എനിക്ക് കാണാം. ഇവിടെ അവൾ കുടികൊള്ളാനെത്തിയിരിക്കുന്നു. ഈ ശരീരത്തിൽ അവളെ ഞാൻ തെക്കാപ്പുറത്താനരിയിൽ ആനയടിച്ചിരുത്തും. ഒഴിഞ്ഞു പോ. എനിക്ക് ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി. പോരാ, അടയാളം കാണിക്കണം. അതിനുമല്ല കൊടുങ്കാറ്റും മടങ്ങാം. കോടാലുണ്ടെങ്കിലും പറ്റിക്കാം. എന്നെ പരീക്ഷിക്കുന്നു. ഈ രാഘവഗുരുവിനെ പരീക്ഷിക്കുന്നു. അവിശ്വാസി, അന്യമതത്തിൽപ്പെട്ട പ്രേതം, ഗർഭിണിയാവുന്നതിന് മുമ്പ് മരിച്ചുപോയത്. സ്നേഹിച്ചിരുന്നു. കണ്ടില്ല, കേട്ടു. കാണാം, എനിക്ക് കാണാം. ഇവിടെ അവൾ കുടികൊള്ളാനെത്തിയിരിക്കുന്നു. ഈ ശരീരത്തിൽ അവളെ ഞാൻ തെക്കാപ്പുറത്താനരിയിൽ ആനയടിച്ചിരുത്തും. ഒഴിഞ്ഞു പോ. എനിക്ക് ഇവിടെ നിന്ന് പോയി കിട്ടിയാൽ മതി. പോരാ, അടയാളം കാണിക്കണം. അതിനുമല്ല കൊടുങ്കാറ്റും മടങ്ങാം. കോടാലുണ്ടെങ്കിലും പറ്റിക്കാം. എന്നെ പരീക്ഷിക്കുന്നു. ഈ രാഘവഗുരുവിനെ പരീക്ഷിക്കുന്നു.